ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് 2024 കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യങ്ങളാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന രണ്ട് ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കഗോൺ. മറ്റേ ഹോർമോൺ ഏതാണെന്നാണ് ഉത്തരം. ആരാണ്? ഇൻസുലിൻ ആണ്. പഠിച്ചോളെ, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കഗോൺ, മറ്റൊന്നേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഇൻസുലിൻ ആണ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി ഗ്ലൂക്കോസിന്റെ നില നിയന്ത്രിക്കുന്നത് ഇൻസുലിൻ ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി നിയന്ത്രിക്കുന്നത് ആരാണ്? ഇൻസുലിൻ ആണ്. ഇത്തരത്തിൽ രൂപപ്പെടുന്ന ഗ്ലൈക്കോജനെ കരളിലും ശരീരകലകളിലും സംഭരിക്കപ്പെടുന്നു. പഠിച്ചോളെ, ഇത്തരത്തില് ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഗ്ലൈക്കോജനെ കരളിലും ശരീര കലകളിലും സംഭരിക്കുന്നു. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ കരളിലും ശരീരകലകളിലും സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ് ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്. പഠിച്ചോളണേ, രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ കരളിലും ശരീരകലകളിലും സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഗ്ലൂക്കഗോൺ ആണ്. ആരാണ്? ഗ്ലൂക്കഗോൺ ആണ്. രക്തത്തിൽ ഇൻസുലിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പോഗ്ലൈസീമിയ. രക്തത്തില് ഇൻസുലിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പോഗ്ലൈസീമിയ. രക്തത്തിൽ ഇൻസുലിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ ഗ്ലൈസീമിയ. രക്തത്തിൽ ഇൻസുലിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ ഗ്ലൈസീമിയ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി നിയന്ത്രിക്കുന്നത് ഇൻസുലിൻ ആണ്. ഇത്തരത്തിൽ രൂപപ്പെടുന്ന ഗ്ലൈക്കോജനെ കരളിലും ശരീരകലകളിലും സംഭരിക്കുന്നു. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ കരളിലും ശരീരകലകളിലും സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഗ്ലൂക്കഗോൺ ആണ്. രക്തത്തിൽ ഇൻസുലിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പോഗ്ലൈസീമിയ. രക്തത്തിൽ ഇൻസുലിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ ഗ്ലൈസീമിയ. എന്താണ് ഹൈപ്പർ ഗ്ലൈസീമിയ? പഠിക്കുക. അടുത്തതായി നമ്മുടെ ചോദ്യമാണ്, പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏതാണ്? ഉത്തരം നീലവൃത്തമാണ്. കേട്ടോ, പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏതാണ്? നീലവൃത്തമാണ്. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ നീലവൃത്തമാണ്. പിങ്ക് റിബൺ ഉപയോഗിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനെതാണ്, അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിനെതിരെയാണ് നമ്മൾ പിങ്ക് റിബൺ ഉപയോഗിക്കുന്നത്. ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത് എയ്ഡ്സ് ബോധവൽക്കരണത്തിനാണ്. ചുവന്ന റിബൺ നമ്മൾ ഉപയോഗിക്കുന്നത് എയ്ഡ്സ് ബോധവൽക്കരണത്തിനാണ്. മഞ്ഞ റിബൺ ഉപയോഗിക്കുന്നത് ആത്മഹത്യക്കെതിരെയാണ്. കേട്ടോ, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആത്മഹത്യക്കെതിരെ ഉപയോഗിക്കുന്നതാണ് മഞ്ഞ റിബൺ എന്ന് പറയുന്നത്. പച്ച റിബൺ ഉപയോഗിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനത്തിനുമെതിരെ. എന്താണ് പച്ച റിബൺ നമ്മൾ ഉപയോഗിക്കുന്നത്? കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോള താപനത്തിനുമെതിരെയാണ്. പർപ്പിൾ റിബൺ ഉപയോഗിക്കുന്നത് പലതരം ക്യാൻസറുകൾക്കെതിരെയാണ്. പർപ്പിൾ റിബൺ ഉപയോഗിക്കുന്നത് പലതരം ക്യാൻസറുകൾക്കെതിരെയാണ്. സിൽവർ റിബൺ ഉപയോഗിക്കുന്നത് പാർക്കിൻസൺസ് രോഗത്തിന്റെ എതിരെയാണ്, അല്ലെങ്കിൽ സിൽവർ റിബൺ നമ്മൾ ഉപയോഗിക്കുന്നത് പാർക്കിൻസൺസ് രോഗത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് സിൽവർ റിബൺ ഉപയോഗിക്കുന്നത്. കറുത്ത റിബൺ ഉപയോഗിക്കുന്നത് സ്കിൻ ക്യാൻസർ അഥവാ മെലനോമയ്ക്കെതിരെയാണ്. കറുത്ത റിബൺ ഉപയോഗിക്കുന്നതിനാണ് സ്കിൻ ക്യാൻസർ അഥവാ മെലനോമയ്ക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനാണ്. വെളുത്ത റിബൺ ഉപയോഗിക്കുന്നത് ശ്വാസകോശ ക്യാൻസറിനും അതുപോലെ തന്നെ ബോൺ ക്യാൻസറിനും എതിരാണ്. വെളുത്ത റിബൺ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകാതിരിക്കാനും അതുപോലെ ബോൺ ക്യാൻസറിനും എതിരെയുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്ത റിബൺ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ നീലവൃത്തമാണ്. പിങ്ക് റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രസ്റ്റ് ക്യാൻസറിനെതിരെ നമ്മൾ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോയാണ്. ചുവന്ന റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന റിബണാണ്. മഞ്ഞ റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യക്കെതിരെ ഉപയോഗിക്കുന്ന റിബണാണ്. പച്ച റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോള താപനത്തിനും എതിരെ ഉപയോഗിക്കുന്ന റിബണാണ്. പർപ്പിൾ റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ക്യാൻസറുകൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ്. സിൽവർ റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൻസൺസ് രോഗം ഉണ്ടാകാതിരിക്കാനുള്ള ബോധവൽക്കരണമാണ്. കറുത്ത റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ അഥവാ മെലനോമയ്ക്കെതിരെയുള്ള ബോധവൽക്കരണമാണ്.
വെളുത്ത റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശ ക്യാൻസർ അല്ലെങ്കിൽ ബോൺ ക്യാൻസറിനെതിരെയുള്ള ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്നതാണ് വെളുത്ത റിബൺ. പഠിക്കുക. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗമേതാണ്? ഉത്തരം എംഫീസിമ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗമേതാണ്? ഉത്തരം എംഫീസിമ. പുകയിലയിലെ ടാർ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിലെ ശ്ലേഷ്മവുമായി അടിഞ്ഞുകൂടി ശ്വാസകോശ വീക്കത്തിന് കാരണമാകുന്നു. ഈ രോഗം അറിയപ്പെടുന്ന പേരാണ് ബ്രോങ്കൈറ്റിസ്. പഠിച്ചോളണേ. പുകയിലയിലെ ടാർ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിലെ ശ്ലേഷ്മവുമായി അടിഞ്ഞുകൂടി ശ്വാസകോശ വീക്കത്തിന് കാരണമാകുന്നു. ഈ രോഗം അറിയപ്പെടുന്ന പേരാണ് ബ്രോങ്കൈറ്റിസ്. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളിലെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫീസിമ. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളിലെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫീസിമ. ശ്വാസനാളത്തിന്റെ വീക്കം മൂലം കൃത്യമായി ഓക്സിജൻ ശ്വാസകോശത്തിൽ എത്താതിരിക്കുന്നത് മൂലം ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ആസ്മ. പഠിച്ചോളനെ. ശ്വാസനാളത്തിന്റെ വീക്കം മൂലം കൃത്യമായി ഓക്സിജൻ ശ്വാസകോശത്തിൽ എത്താതിരിക്കുന്നത് മൂലം ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ആസ്മ. ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന അണുബാധ ശ്വാസകോശത്തിന്റെ ശരിയായ പ്രവർത്തനത്തെ തകർക്കുന്നു. ഈ രോഗമാണ് ന്യൂമോണിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന അണുബാധ ശ്വാസകോശത്തിന്റെ ശരിയായ പ്രവർത്തനത്തെ തകർക്കുന്നു. ഈ രോഗം അറിയപ്പെടുന്ന പേരാണ് ന്യൂമോണിയ. ശ്വാസകോശത്തിൽ ധാരാളമായി ദ്രാവകം അടിഞ്ഞുകൂടുന്നത് മൂലം ശ്വാസകോശത്തിന്റെ ശരിയായ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു. ഈ രോഗാവസ്ഥ അറിയപ്പെടുന്ന പേരാണ് പൾമണറി എഡിമ. ഇത്രയും പഠിച്ചു വെച്ചോളെ. ശ്വാസകോശത്തില് ധാരാളമായി ദ്രാവകങ്ങൾ അടിഞ്ഞുകൂടുന്നത് മൂലം ശ്വാസകോശത്തിന്റെ ശരിയായ പ്രവർത്തനം തടസ്സപ്പെടുന്നു. ഈ രോഗാവസ്ഥ അറിയപ്പെടുന്ന പേരാണ് പൾമണറി എഡിമ എന്ന്. എന്താണ് പൾമണറി എഡിമ എന്ന്? ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ചൂടെ തന്നിരിക്കുന്ന ശ്വാസകോശ രോഗം എന്ന് ചോദിച്ചാൽ അത് എംഫീസിമയാണ്. ഇനി പ്രധാനപ്പെട്ട ശ്വാസകോശ രോഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പുകയിലയിലെ ടാർ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിലെ ശ്ലേഷ്മവുമായി അടിഞ്ഞുകൂടി ശ്വാസകോശ വീക്കത്തിന് കാരണമാകുന്നു. ഈ രോഗം അറിയപ്പെടുന്ന പേരാണ് ബ്രോങ്കൈറ്റിസ്. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളിലെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫീസിമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്വാസനാളത്തിന്റെ വീക്കം മൂലം കൃത്യമായി ഓക്സിജൻ ശ്വാസകോശത്തിൽ എത്താതിരിക്കുന്നത് മൂലം ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ആസ്മ. ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന അണുബാധ ശ്വാസകോശത്തിന്റെ ശരിയായ പ്രവർത്തനത്തെ തകർക്കുന്നു. ഈ രോഗം അറിയപ്പെടുന്ന പേരാണ് ന്യൂമോണിയ. ശ്വാസകോശത്തിൽ ധാരാളമായി ദ്രാവകം അടിഞ്ഞുകൂടുന്നത് മൂലം ശ്വാസകോശത്തിന്റെ ശരിയായ പ്രവർത്തനം തടസ്സപ്പെടുന്നു. ഈ രോഗം അറിയപ്പെടുന്ന പേരാണ് പൾമണറി എഡിമ. എന്താണ് പൾമണറി എഡിമ എന്ന്? അടുത്തതാണ് മീനമാതാ രോഗത്തിന് കാരണമായ മൂലകം. ഏത് മൂലകമാ സുഹൃത്തുക്കളെ? മീനമാതാ രോഗത്തിന് കാരണമാകുന്നത് മെർക്കുറിയാണ്. ആരാണ്? മെർക്കുറിയാണ്. ഇനി നമുക്ക് കുറച്ച് മൂലകങ്ങളും അവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കാം. പ്രധാനപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള എല്ലാ മൂലകങ്ങളും അവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും ഇതിനകത്തുണ്ട്. നമുക്ക് പഠിക്കാം. ഫ്ലൂറോസിസ്. എന്താ സുഹൃത്തുക്കളെ ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഫ്ലൂറിന്റെ ആധിക്യം ശരീരത്തിൽ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫ്ലൂറോസിസ്. എന്താണ് അവന്റെ പേര്? ഫ്ലൂറോസിസ്. പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണം ആരാണ്? ഫ്ലൂറിൻ തന്നെയാണ്. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണം ആരാണ് സുഹൃത്തുക്കളെ? ഫ്ലൂറിൻ തന്നെയാണ്. ആ അസുഖത്തിൽ തന്നെ ആര് കിടപ്പുണ്ട്? കാരണക്കാരനായ മൂലകം കിടപ്പുണ്ട്. അതുകൊണ്ട് ഇനി അത് കൂടുതൽ സമയം നമ്മൾ പഠിച്ച് സമയം കളയണ്ട. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണം ഫ്ലൂറിൻ ആണ്. കിട്ടിയേ? സിലിക്കോസിസ്. മനുഷ്യ ശരീരത്തിൽ സിലിക്കന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. മനുഷ്യ ശരീരത്തില് സിലിക്കൺ മൂലകത്തിന്റെ ആധിക്യം അല്ലെങ്കിൽ വർധനവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. സിലിക്കോസിസ് എന്ന രോഗത്തിന്റെ കാരണം സിലിക്കൺ ആണ് എന്ന് ആ രോഗത്തിന്റെ പേര് തന്നെയുണ്ട്. സിലിക്കോസിസ് എന്ന ആ രോഗത്തിന്റെ പേര് തന്നെയുണ്ട്. സിലിക്കൺ ആണ് സിലിക്കോസിസ് ഉണ്ടാകുന്നതിന് കാരണമെന്ന്. അത് പഠിക്കാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനി PSC ഏറ്റവും കൂടുതൽ ചോദിച്ച രോഗമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ രോഗമാണ്, മീനമാതാ രോഗം. മനുഷ്യ ശരീരത്തിൽ മെർക്കുറിയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് മീനമാതാ രോഗം. മനുഷ്യ ശരീരത്തിലെ മെർക്കുറിയുടെ അളവ് വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് മീനമാതാ രോഗം. ഇത് പഠിക്കാനായിട്ട് ഒരു ചെറിയ കോഡ് പറഞ്ഞു തരാം. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. കോഡ് ഇത്രയേ ഉള്ളൂ. സുഹൃത്തുക്കളെ, കുഞ്ഞുനാളുകളിലൊക്കെ നമ്മുടെ മാതാക്കളല്ലേ നമുക്ക് കുറി തൊട്ട് തരുന്നത്? കുഞ്ഞുനാളുകളിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മാതാക്കളാണ് നമുക്ക് കുറി തൊട്ട് തരുന്നത് അല്ലെ? കുട്ടിയായിരുന്ന മീനയ്ക്ക് മീനയുടെ മാതാവാണ് കേട്ടോ കുറി തൊട്ട് കൊടുക്കുന്നത്. അപ്പോ
മീനമാതാ രോഗത്തിന് കാരണം മെർക്കുറിയാണ്. മീനമാതാ രോഗത്തിന് കാരണം ആരാണ്? മെർക്കുറിയാണ് എന്നങ്ങ് പഠിക്കുക. മീനയുടെ മാതാവാണ് മീനയ്ക്ക് കുറി തൊട്ട് കൊടുക്കുന്നത് എന്നങ്ങ് പഠിക്കുക. അപ്പോ മീനമാതാ രോഗത്തിന് കാരണം ആരാണ്? മെർക്കുറിയാണ്. അടുത്തതാണ് പ്ലംബിസം. ലെഡിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ലെഡിന്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് പ്ലംബിസം. എന്ത് പേരിൽ അറിയപ്പെടുന്ന സുഹൃത്തുക്കളെ? പ്ലംബിസം. ലെഡിന്റെ ലാറ്റിൻ നാമം എന്താ സുഹൃത്തുക്കളെ? ലെഡിന്റെ ലാറ്റിൻ നാമം അത് പ്ലംബം എന്നാണ്. എന്താണ്? പ്ലംബം എന്നാണ് ലെഡിന്റെ ലാറ്റിൻ നാമം. അപ്പോൾ പ്ലംബത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. പ്ലംബത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. വേറൊന്നുമില്ല, ഏഷ്യന്റ് കാലഘട്ടത്തിൽ, പണ്ട് കാലഘട്ടത്തില് നമ്മൾ PVC ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വാട്ടർ സിസ്റ്റങ്ങളുടെ പൈപ്പുകൾ എല്ലാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് ലെഡ് ആയിരുന്നു കേട്ടോ. അന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു ലെഡ് എന്ന് പറയുന്നത് ഒരു വിഷവസ്തു ആണെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലെഡ് ആയിരുന്നു നമ്മൾ പ്രധാനമായിട്ടും പൈപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്ലംബം എന്ന പേരിൽ അറിയപ്പെട്ടത്. പിൽക്കാലത്ത് അത് ലെഡ് എന്ന് പറയുന്ന മൂലകത്തിന്റെ നാമമായിട്ട് നമ്മൾ ചേർക്കുകയും ചെയ്തു. സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പഠിക്കുക, പ്ലംബിസം എന്നുള്ള രോഗത്തിന് കാരണമായിരുന്നു ചോദിച്ചാൽ അത് ലെഡാണ്. ഈ ലെഡിന്റെ ലാറ്റിൻ നാമമാണ് എന്ത്? പ്ലംബം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ഇത്തായി. കാഡ്മിയത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത്തായി, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ കാഡ്മിയത്തിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് ഇത്തായി. ഏതാണ്? കാഡ്മിയത്തിന്റെ അളവ് കൂടുന്നത് മൂലം മനുഷ്യരീരത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ഇത്തായി. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വിൽസൺസ് രോഗം. എന്താണ് വിൽസൺസ് രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പിന്റെ ആധിക്യം മൂലം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് വിൽസൺസ് രോഗം. ചെമ്പിന്റെ ആധിക്യം അല്ലെങ്കിൽ ചെമ്പിന്റെ അളവ് മനുഷ്യ ശരീരത്തിൽ കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വിൽസൺസ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ സുഹൃത്തുക്കൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ചത് ആരെയാണ്? ചെമ്പിനെയാണെന്ന് പഠിക്കുക. വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പെന്ന് പഠിക്കുക. അല്ലെങ്കിൽ വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകം ഏതാണ്? ചെമ്പെന്ന് പഠിക്കുക. മറക്കരുത്. വിൽസൺസ് രോഗത്തിന് കാരണമായിട്ടുള്ള മൂലകം ചോദിച്ചാൽ അത് ചെമ്പാണ്. വിൽസൺസ് രോഗത്തിന് കാരണമായിട്ടുള്ള മൂലകം ഏതാ സുഹൃത്തുക്കളെ? അത് ചെമ്പാണ്. പഠിക്കുക. അടുത്തതാണ് ഹൈപ്പോകലാമിയ. എന്താ പേര്? ഹൈപ്പോകലാമിയ. എന്താണ് ഹൈപ്പോകലാമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൈപ്പോകലാമിയ, അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ അളവ് മനുഷ്യ ശരീരത്തിൽ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പോകലാമിയ. എന്താ അവന്റെ പേര്? ഹൈപ്പോകലാമിയ എന്നാണ്. മറക്കരുത്. പഠിക്കാൻ പാടുള്ള സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സുഹൃത്തുക്കളെ, ഇവിടെ ഹൈപ്പോകലാമിയയിൽ ഒരു കലമുണ്ടല്ലോ സുഹൃത്തുക്കളെ. ഹൈപ്പോകലാമിയ എന്ന് പറയുന്നതിൽ ഒരു കലമുണ്ടല്ലോ. കലമാണെങ്കിൽ എന്ത്? ഉറപ്പായിട്ടും പൊട്ടും എന്നങ്ങ് പഠിച്ചു വെക്കുക. കലമാണെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടും എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോ ഹൈപ്പോകലാമിയ എന്ന രോഗം ഉണ്ടാകുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. കലമാണെങ്കിൽ അതെന്ത് ചെയ്യും? പൊട്ടും. ഹൈപ്പോകലാമിയ പൊട്ടാസ്യം. കലമാണെങ്കിൽ പൊട്ടും. ഹൈപ്പോകലാമിയ പൊട്ടാസ്യം. പഠിച്ചു വെക്കും. ഫ്യൂസ് വയറിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹമാണ് ലെഡും ടിന്നും. ആരൊക്കെയാണ് ഫ്യൂസ് വയറിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളെ? ലെഡും ടിന്നുമാണ്. മറക്കരുത്. ഈ ലെഡിന്റെയും ടിന്നിന്റെയും കൂടിയുള്ള ലോകസങ്കരം അറിയപ്പെടുന്ന പേരാണ് സോൾഡർ. ലെഡിന്റെയും ടിന്നിന്റെയും ലോകസങ്കരം അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? സോൾഡർ ആണ്. അപ്പോ PSC ഉടൻ ചോദിച്ചിട്ടുണ്ട് സോൾഡർ വയറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാലും ലെഡും ടിന്നുമാണ്. മറക്കരുത്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കോഡ് പറഞ്ഞു തരാം. കോഡ് ഇത്രയേ ഉള്ളൂ. ഫ്യൂസ് വയർ ലഡു ഇട്ട ടിന്നിൽ ഇട്ടു എന്നങ്ങ് പഠിക്കുക. ഫ്യൂസ് വയർ ലഡു ഇട്ട ടിന്നിൽ ഇട്ടു എന്നങ്ങ് പഠിക്കുക. ഫ്യൂസ് വയർ ലഡു ഇട്ട ടിന്നിൽ ഇട്ടു എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ലെഡും ടിന്നുമാണ് ഫ്യൂസ് വയറിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC ചോദിച്ചിട്ടുള്ള ലോഹസങ്കരങ്ങളെ പറ്റിയാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കണേ, ലോഹസങ്കരങ്ങളെ പറ്റിയാണ്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന ലോഹസങ്കരം എന്ന് ചോദിച്ചാൽ അത് നിക്രോമാണ്. നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ലോഹങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിക്കൽ, ക്രോമിയം, ഇരുമ്പ്, മാഗ്നീസ്. പഠിച്ചു വെക്കുക. നിക്രോം എന്ന് പറയുന്ന ലോകസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിക്കൽ, ക്രോമിയം, ഇരുമ്പ്, മാഗ്നീസ് എന്നിവയാണ്. അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ലോകസങ്കരങ്ങൾ ചോദിച്ചാൽ അലുമിനിയം, നിക്കല്, അതുപോലെ കൊബാൾട്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് അൽനിക്കോ എന്ന് കിട്ടുമല്ലോ സുഹൃത്തുക്കളെ. അൽനിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം, നിക്കല്, കൊബാൾട്ട്. പക്ഷെ അതിനോടൊപ്പം PSC നമുക്കിട്ടൊരു പണി തരാനായിട്ട് ചോദിക്കുന്നവനാണ് ഇരുമ്പ് കേട്ടോ. ഇരുമ്പ് ആരിലുണ്ട്?
അൽനിക്കോയിലുണ്ട്, പഠിക്കുക. ആ നിക്കലിന്റെ ഐയില്ലേ സുഹൃത്തുക്കളെ, അത് ഇരുമ്പ്, അയേൺ അല്ലെങ്കിൽ ഇരുമ്പാണെന്ന് പഠിക്കുക. അൽനിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അതിൽ NI എന്ന് പറയുന്നതിന്റെ ഐ എന്ന് പറയുന്നത് അയേൺ ആണ് എന്നങ്ങ് പഠിച്ചു വെക്കുക, ഇരുമ്പാണെന്നങ്ങ് പഠിച്ചു വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ ഉറപ്പായിട്ടും തെറ്റും. കാരണം PSC ഒരുപാട് തവണ നെഗറ്റീവ് അടിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്നത്. അൽ നിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം, നിക്കല്, കൊബാൾട്ട്, അതിനോടൊപ്പം ആരുമുണ്ട്, ഇരുമ്പുമുണ്ട്. നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അലുമിനിയവും നിക്കലും കൊബാൾട്ടും പെട്ടെന്ന് കിട്ടും, നമ്മൾ ആൻസർ കൊടുക്കും, ഉത്തരം തെറ്റും. ഇരുമ്പ് ഒരു പ്രധാന ഘടകമാണ് അൽനിക്കോയില്. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ പഠിച്ചിട്ട് പോകണം, മറക്കരുത്. അപ്പോൾ അൽ നിക്കോയിലെ NIയിലെ ഐ എന്ന് പറയുന്നത് ആരാണെന്ന് വിചാരിക്കുക, ഇരുമ്പ് അല്ലെങ്കിൽ അയൺ ആണെന്ന് പഠിച്ചു വെക്കുക, പിന്നെ നമ്മള് മറക്കത്തില്ല. പിച്ചള അല്ലെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് ബ്രാസ്. പിച്ചള അല്ലെങ്കിൽ ബ്രാസിൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പും സിങ്കുമാണ്. പിച്ചള അല്ലെങ്കിൽ ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന ആരാ സുഹൃത്തുക്കളെ, ചെമ്പും സിങ്കുമാണ്. പിച്ചള അല്ലെങ്കിൽ ബ്രാസിൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പും സിങ്കുമാണ്, പഠിച്ചു വെക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി സിമ്പിൾ ആയിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം. പിച്ചക്കാരി ചേസി എന്നങ്ങ് പഠിച്ചു വെക്കുക. ചേച്ചിയല്ല, പിച്ചക്കാരി ചേസി എന്നങ്ങ് പഠിച്ചു വെക്കുക. പിച്ചക്കാരി ചേസി എന്നങ്ങ് പഠിച്ചു വെക്കുക. അതിൽ പിച്ചക്കാരി എന്ന് വെച്ചാൽ നമുക്ക് പിച്ചളയാണ്. ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ്, അതുപോലെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്, മറക്കരുത്. പിച്ചള എന്ന് പറയുന്നത് ചെമ്പിന്റെയും സിങ്കിന്റെയും കൂടി ലോകസങ്കരമാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഓട്. ഓട് അല്ലെങ്കിൽ അവനെ വിളിക്കുന്ന പേരെന്താണ്, വെങ്കലം. ഓട് അല്ലെങ്കിൽ നമുക്ക് അവനെ വിളിക്കുന്ന പേരെന്താണ്, വെങ്കലം എന്നാണ്. ചെമ്പിന്റെയും ടിന്നിന്റെയും ലോകസങ്കരം അറിയപ്പെടുന്ന പേരാണ് ഓട്. ചെമ്പിന്റെയും ടിന്നിന്റെയും ലോകസങ്കരം അറിയപ്പെടുന്ന പേരാണ് ഓട്. സീറ്റി എടുക്കാൻ ഓടി എന്നങ്ങ് പഠിക്കുക കേട്ടോ. സീറ്റി എടുക്കാൻ ഓടി എന്നങ്ങ് പഠിക്കുക, ഒരിക്കലും മറക്കില്ല സുഹൃത്തുക്കള്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ്, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിന്ന്, ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാണ്. അടുത്തതായി PSC ചോദിച്ചിട്ടുള്ളതാണ് ഗൺമെറ്റല്. ഗൺമെറ്റലിൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പും ടിന്നും അതിനോടൊപ്പം അല്പം സിങ്കും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും, ഗൺമെറ്റൽ കിട്ടും. അപ്പോ വെങ്കലം എന്ന് പറയുന്ന സാധനത്തിനോടൊപ്പം സിങ്ക് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് ഗൺമെറ്റൽ, മറക്കരുത്. വെങ്കലം എന്ന് പറയുന്നതിനോടൊപ്പം അല്പം സിങ്ക് കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് എന്ത് ലഭിക്കും, ഗൺമെറ്റൽ ലഭിക്കും. എന്ത് ലഭിക്കും സുഹൃത്തുക്കളെ, ഗൺമെറ്റൽ ലഭിക്കും, പഠിക്കുക. അടുത്തതായാണ് സ്റ്റീല്. സ്റ്റീലിന്റെ പ്രത്യേകത എന്താണ്, ഇരുമ്പും കാർബണും ചേർന്നതാണ് സ്റ്റീല്. ഇരുമ്പിന്റെയും കാർബണിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് സ്റ്റീല്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഒന്നുകൂടി പറയുവാണേ, നിക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും ഇരുമ്പിന്റെയും മാഗ്നീസിന്റെയും കൂടിയുള്ള ലോകസങ്കരമാണ്. അൽ നിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അതിനോടൊപ്പം ആരുണ്ട്, ഇരുമ്പുണ്ട്, മറക്കാതെ പഠിക്കുക. പിച്ചള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെമ്പിന്റെയും സിങ്കിന്റെയും കൂടി ലോകസങ്കരമാണ്. അതിന് പഠിക്കാനായിട്ട് ഒരു കോഡ് നമ്മൾ പറഞ്ഞിരുന്നു, പിച്ചക്കാരി ചേസി എന്നങ്ങ് പഠിക്കുക. പിച്ചക്കാരി ചേസി എന്നങ്ങ് പഠിക്കുക. പിച്ചക്കാരി എന്ന് വെച്ചാൽ പിച്ചള, ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിങ്ക് ആണ്, മറക്കരുത്. അടുത്തതായി PSC ചോദിച്ചതാണ് ഓട്. ഓടിന്റെ മറ്റൊരു പേരാണ് വെങ്കലം എന്ന് പറയുന്നത്. ഓട് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ സുഹൃത്തുക്കളെ, വെങ്കലം എന്നാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ് ചെമ്പും ടിന്നും. ഇത് നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ് ചെമ്പും ടിന്നും. ഇത് പഠിക്കാനായിട്ടുള്ള ഈസി കോഡ് ഇത്രയേ ഉള്ളൂ, CT എടുക്കാൻ ഓടി എന്നങ്ങ് പഠിക്കുക. CT എടുക്കാൻ ഓടി എന്നങ്ങ് പഠിക്കുക. CTയിലെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ്, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിന്ന്, ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്, മറക്കരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഗൺമെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വെങ്കലത്തിനോടൊപ്പം അല്ലെങ്കിൽ ഓടിനോടൊപ്പം ഒരല്പം സിങ്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് ഗൺമെറ്റൽ, മറക്കരുത്. ഓട് അല്ലെങ്കിൽ വെങ്കലത്തിനോടൊപ്പം നമുക്ക് അല്പം സിങ്ക് ചേർത്ത് കഴിഞ്ഞാൽ അത് ഗൺമെറ്റലായി മാറി. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റീലാണ്. ഇരുമ്പിന്റെയും കാർബന്റെയും കൂടിയൊരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ലോകസങ്കരം അറിയപ്പെടുന്ന പേരാണ് സ്റ്റീല്. നന്നായിട്ട് പഠിക്കുക സുഹൃത്തുക്കളെ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചതും ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റുകൊടുക്കുന്നതുമായിട്ടുള്ള പോയിന്റ് ആണ് പറയാൻ പോകുന്നത്, പഞ്ചലോഹം. ഒത്തിരി തവണ PSC 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ്. പഞ്ചലോഹം എന്ന് പറയുന്നത് ഏതൊക്കെ ലോഹങ്ങളുടെ കൂട്ടമാണെന്നുള്ളത് പഠിക്കുക. ചെമ്പ്, ഈയം, വെള്ളി, സ്വർണം, ഇരുമ്പ്, ആരുടെയൊക്കെയാണ്, ചെമ്പ്, ഈയം, വെള്ളി, സ്വർണം, ഇരുമ്പ് എന്നീ ലോഹങ്ങളുടെ കൂട്ടമാണ് പഞ്ചലോഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയുവാണ്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചലോഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ലോഹങ്ങൾ ചോദിച്ചാല് ചെമ്പ്, ഈയം, വെള്ളി, സ്വർണം, ഇരുമ്പ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്കാണ്, നമുക്ക് ഈസി കോഡിലൂടെ അങ്ങ് പഠിച്ചു കളയാം.
കോഡ് ഇത്രയുള്ളൂ. പഞ്ചായത്തിലെ LGS കാരൻ CI ആയി എന്നങ്ങ് പഠിക്കുക. പഞ്ചായത്തിലെ LGS കാരൻ CI ആയി എന്നങ്ങ് പഠിക്കുക. പഞ്ചായത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചലോഹം, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ, ഇനി C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ അല്ലെങ്കിൽ ഇരുമ്പാണ്. പഠിക്കുക. ഇത് പഠിക്കാനായിട്ട് ഒരു ചെറിയ കോഡ് പറഞ്ഞു തരാം. പഞ്ചായത്തിലെ LGS കാരൻ CI ആയി എന്നങ്ങ് പഠിക്കുക. പഞ്ചായത്തിലെ LGS കാരൻ CI ആയി അങ്ങ് പഠിക്കുക. പഞ്ചായത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചലോഹം, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ. പഠിക്കുക. ഒരു ആവാസ വ്യവസ്ഥയിൽ ആഹാര ബന്ധങ്ങൾ അറിയപ്പെടുന്നതാണ് ഭക്ഷ്യ ശൃംഖലകൾ. മറക്കരുത്, ഒരു ആവാസ വ്യവസ്ഥയിലെ ആഹാര ബന്ധങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഭക്ഷ്യ ശൃംഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭക്ഷ്യ ശൃംഖലയ്ക്ക് പ്രധാനമായും PSC ഇത്രയും നാൾ ചോദിച്ചതാണ് പുല്ല് ആര് കഴിക്കുന്നു? പുൽച്ചാടി കഴിക്കുന്നു. ആ പുൽച്ചാടിയെ തവള കഴിക്കുന്നു. തവള എന്ത് ചെയ്യുന്നു? പാമ്പ് കഴിക്കുന്നു. ഇത് സ്ഥിരം PSCയുടെ ചോദ്യമാണ്. സുഹൃത്തുക്കൾ പഠിക്കുക. പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു, തവളയെ ആര് കഴിക്കുന്നു? പാമ്പ് കഴിക്കുന്നു. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞത്. പ്രകൃതിദത്തമായി സ്വയം ആഹാരം നിർമ്മിക്കുന്നവരാണ് ഉൽപാദകർ. മറക്കരുത്, പ്രകൃതിയിൽ നിന്നും സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളവരെ അറിയപ്പെടുന്ന പേരാണെന്ത്? ഉൽപാദകർ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് സങ്കര ഇനം തെങ്ങുകളെ പറ്റിയാണ്. ശ്രദ്ധിക്കുക. ആദ്യമായി പഠിക്കേണ്ടതാണ് ചന്ദ്രലക്ഷ. ലക്ഷയിൽ ആരുണ്ടടേ? ലക്ഷദ്വീപില്ലേടെ? ലക്ഷദ്വീപ്. അപ്പോൾ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും തമ്മിൽ ചേരുമ്പോൾ ലഭിക്കുന്നതാണ് ചന്ദ്രലക്ഷ. ഇതിൽ ലക്ഷയുണ്ട്. ലക്ഷ ആരാണ്? നമ്മുടെ ലക്ഷദ്വീപ് എന്ന് ഓർക്കുക. അപ്പോൾ ചന്ദ്രലക്ഷ എന്ന് പറയുന്ന സങ്കര ഇനം തെങ്ങ് ലക്ഷദ്വീപ് ഓർഡിനറിയെ ചാവക്കാട് ഓറഞ്ചും തമ്മിൽ എന്താണ്? ക്രോസ് ചെയ്തപ്പോൾ ലഭിച്ചതാണ്. ഇവനെ അറിയപ്പെടുന്ന പേരാണ് T/D. അടുത്തതായി പഠിക്കേണ്ടതാണ് ചന്ദ്രശങ്കര എന്നുള്ളത്. ചന്ദ്രശങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവക്കാട് ഓറഞ്ചിനെ വെസ്റ്റ് കോസ്റ്റ് ടോളുമായിട്ട് ക്രോസ് ചെയ്തപ്പോൾ ലഭിച്ച സങ്കര ഇനം തെങ്ങാണ് ചന്ദ്രശങ്കര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവനെ അറിയപ്പെടുന്ന കോമൺ നെയിമാണ് D/T. ഒന്നുകൂടി പറയാം. ചന്ദ്രശങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവക്കാട് ഓറഞ്ചിനെ വെസ്റ്റ് കോസ്റ്റ് ടോളുമായിട്ട് എന്താണ്? ചേർത്തപ്പോൾ ലഭിച്ചതാണ്. ഇവനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് D/T. അടുത്തതാണ് സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഒരിക്കലും തെറ്റിക്കരുത്. ലക്ഷഗംഗ. ലക്ഷയുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു? ലക്ഷദ്വീപ് ആയിരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ലക്ഷദ്വീപ് ഓർഡിനറിയിലെ ഗംഗാബോധം എന്നറിയപ്പെടുന്ന മറ്റൊരു തെങ്ങിനവും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ലഭിച്ച സങ്കര ഇനമാണ് ലക്ഷ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലക്ഷ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ്, ഗംഗ എന്ന് പറഞ്ഞാൽ ഗംഗാബോധം. അവിടെ നിന്ന് തന്നെ ലഭിക്കും നമുക്ക് ഉത്തരം. ലക്ഷഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിയിലെ ഗംഗാബോധവും ക്രോസ് ചെയ്തപ്പോൾ ലഭിച്ചത് സങ്കര ഇനം തെങ്ങിനമാണ് ലക്ഷഗംഗ. മറക്കരുത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇവയെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വിത്തിനങ്ങളാണ്. ഇവയെല്ലാമാണ് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. മറക്കരുത്. അത്യുൽപാദന ശേഷി കൂടുതലുള്ള നെല്ലിനം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയറാണെങ്കിൽ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇവയെല്ലാം PSC ചോദിച്ചിട്ടുണ്ട്. പയറാണെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള പയർ ആരൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അത്യുൽപാദന ശേഷിയുള്ള പച്ചമുളകാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. അതിനകത്ത് അനുഗ്രഹം മാത്രം സുഹൃത്തുക്കൾ നന്നായിട്ട് പഠിക്കുക. ഉജ്ജ്വല, ജ്വാലാമുഖി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. പച്ചമുളക് കഴിച്ചു നോക്കിയാൽ അറിയാം നമുക്ക് നാവിൽ എന്താണ് ഒരു ജ്വാലയുള്ളത് പോലെ നമുക്ക് എന്ത് ചെയ്യും? അത്രയും നമുക്ക് ഹീറ്റ് അനുഭവപ്പെടും അല്ലെ? ഒരു ഹീറ്റ് എഫക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? എരിവിനുണ്ടാകുന്നത്. അത്രയും എരിവ് നമുക്ക് എന്ത് ചെയ്യും? അനുഭവപ്പെടും. അതുകൊണ്ട് അത് പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോ പച്ചമുളക് എന്താണ്? ഉജ്ജ്വലയും അതുപോലെ ജ്വാലാമുഖിയും. ഇവിടെ പഠിക്കേണ്ടത് എന്താണ്? അനുഗ്രഹ. വെണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിരൺ, അതുപോലെ അനാമിക, സൽകീർത്തി, ആനക്കൊമ്പ്. മറക്കരുത്. വെണ്ടയുടെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കിരൺ, അനാമിക, സൽകീർത്തി, ആനക്കൊമ്പ്. വെണ്ടയുടെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ചോദിച്ചാല് കിരണ്, അനാമിക, സൽകീർത്തി, ആനക്കൊമ്പൻ. അത്യുൽപാദന ശേഷിയുള്ള തക്കാളിയുടെ വിത്തിനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മുക്തി, അനക, അക്ഷയ്. തക്കാളിയുടെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് മുക്തി, അനക, അക്ഷയ്. പാവലിന്റെ പ്രധാനപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീതി, പ്രിയങ്ക. മറക്കരുത്. പാവലിന്റെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രീതിയും പ്രിയങ്കയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
രോഗങ്ങളും അവ പകരുന്നത് രീതിയുമാണ്. ആദ്യം നമ്മൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. വായുവിലൂടെ പ്രധാനമായി പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം എന്നിവ. ഇതിലെ ജലദോഷം, ചിക്കൻ പോക്സും ക്ഷയവും PSCയുടെ സ്ഥിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ ഭാഗം വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം. ഇതിൽ PSCയുടെ സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ് ജലദോഷവും ചിക്കൻ പോക്സും ക്ഷയവും. അതുകൊണ്ട് ഈ മൂന്നെങ്കിലും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ആഹാരം, വെള്ളം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. വെള്ളം അല്ലെങ്കിൽ മലിനമായ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഇതിൽ എലിപ്പനിയും കോളറയും മഞ്ഞപ്പിത്തവും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതിൽ തന്നെ ജലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗം എന്ന് പറഞ്ഞിട്ട് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള രോഗമാണ് എലിപ്പനി. അതുകൊണ്ട് വ്യക്തമായിട്ട് ആ പോയിന്റ് സുഹൃത്തുക്കൾ പഠിക്കുക. വെള്ളം അല്ലെങ്കിൽ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗം ചോദിച്ചു കഴിഞ്ഞാൽ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവയാണ്. ഇതിൽ ജലത്തിലൂടെ പകരുന്ന രോഗമേന്ന് ഏറ്റവും കൂടുതൽ PSC ഉത്തരമായി പറഞ്ഞിരിക്കുന്നത് എലിപ്പനിയാണ്. അതുകൊണ്ട് അത് പഠിക്കുക. ഈച്ച മുഖേന പകരുന്ന രോഗമാണ് കോളറയും വയറിളക്കവും ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗം എന്ന് പറഞ്ഞിട്ട് PSC ആൻസർ കൊടുത്തത് കോളറയ്ക്കാണ്. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് പഠിച്ചോളുക. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ അത് കോളറയാണ്. അതുപോലെ തന്നെ വയറിളക്കവും. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ് അല്ലെങ്കിൽ കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. കൊതുക് മൂലം മറ്റൊരാളിലേക്ക് എത്തുന്ന രോഗങ്ങളെയൊക്കെ എന്ന് ചോദിച്ചാല് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇതിൽ ഡെങ്കിപ്പനി പ്രീവിയസ് ആയി ചോദിച്ചതാണ്, മന്ത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വ്യക്തമായിട്ട് പഠിക്കുക സുഹൃത്തുക്കൾ, ഇമ്പോർട്ടന്റ് ആണ്. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് PSC ഏറ്റവും കൂടുതൽ ഉത്തര സൂചികയിൽ ആൻസർ കൊടുത്തത് ഡെങ്കിപ്പനിക്കും മന്തിനുമാണ്. അതുപോലെ ചിക്കൻ ഗുനിയയും ഈ ഇടക്കാലങ്ങളിൽ PSCയുടെ ആൻസർ ഷീറ്റിൽ ഉത്തരമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ ഭാഗവും വ്യക്തമായിട്ട് പഠിക്കുക. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്കം മുഖേന ഉണ്ടാകുന്നതാണ് ചെങ്കണ്ണും കുഷ്ഠവും. സമ്പർക്കം മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സമ്പർക്കം മുഖേന ഉണ്ടാകുന്ന രോഗമാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ചോദിച്ചാൽ ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം എന്നിവയാണ്. ഇതിൽ ജലദോഷവും ചിക്കൻ പോക്സും ക്ഷയവും PSCയുടെ സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ്. അതുകൊണ്ട് പഠിക്കുക. വായുവിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ജലദോഷം അല്ലെങ്കിൽ ചിക്കൻ പോക്സ് അല്ലെങ്കിൽ ക്ഷയം, ഇതിൽ മൂന്നിലെങ്കിലും ഒരെണ്ണം PSC ഉത്തര സൂചികയിൽ നൽകിയിട്ടുണ്ട്. പഠിക്കുക. വെള്ളം അല്ലെങ്കിൽ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവ. ഇതിൽ ജലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ PSC ആൻസർ കീ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എലിപ്പനിയാണ്. പഠിക്കുക. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ് കോളറയും വയറിളക്കവും. ഇതിൽ PSC ഏറ്റവും കൂടുതൽ ആൻസർ കൊടുത്തിരിക്കുന്നത് കോളറയ്ക്കാണ്. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ് കോളറയും വയറിളക്കവും. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നുള്ളത്. ഇതിൽ PSC ഏറ്റവും കൂടുതൽ ഉത്തരസൂചിയെ കൊടുത്തിരിക്കുന്നത് മന്തും ഡെങ്കിപ്പനിയുമാണ്. ഇപ്പോൾ ചിക്കൻ ഗുനിയയും ഉത്തരസൂചികയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൊതുക് മുഖേനയുള്ള രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെങ്കണ്ണും കുഷ്ഠവുമാണ്. സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഇമ്പോർട്ടന്റ് ഉള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്തതാണ് കാർഷിക വിളകളും അവയുടെ ജന്മദേശവും. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാർഷിക വിളകളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സുഹൃത്തുക്കൾ പഠിക്കുക. കാർഷിക വിളകളും അവയുടെ ജന്മദേശവും. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. പഠിച്ചോളനെ. ഇവയിലുള്ള എല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ച കാർഷിക വിളകളാണ് ജന്മദേശം. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്.
ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. റബ്ബറിന്റെയും കശുമാവിന്റെയും ജന്മദേശം ബ്രസീലാണ്. റബ്ബറിന്റെയും കശുമാവിന്റെയും ജന്മദേശം ചോദിച്ചാൽ അത് ബ്രസീലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കാർഷിക വിളകളും അവയുടെ ജന്മദേശവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ്. ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞ് PSC ചോദിക്കും, അതുകൊണ്ട് പഠിക്കുക. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.